നല്ല ഒരു സസ്പെൻസ് ആണ്. ബേസിലൊക്കെ സൂപ്പറായിരുന്നു. നസ്രിയയുടെ നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. നല്ല സിനിമയാണ്. ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. നസ്രിയയുടെ സൂപ്പർ പെർഫോമൻസ് ഉള്ള സിനിമയാണ്. എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ്. മിസ് ചെയ്യരുത് വാച്ച്. തിയേറ്ററിൽ തന്നെ പോയി കാണുക. സത്യത്തിൽ ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു ദർശനം തന്നെയാണ് ഈ സിനിമ. ഹിറ്റടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബേസിൽ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ആ മിസ്റ്റീരിക്ക് ആ ഒരു ക്യാരക്ടർ അപ്പിയറൻസും ആ നോട്ടവും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇത് തിയേറ്ററിൽ കയറി കത്തുന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. ഭയങ്കര എക്സൈറ്റ്മെന്റോടെയാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതിലൂടെയാണ് പടം കണ്ടിട്ട് ഇറങ്ങി വരുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. മസ്റ്റ് വാച്ച് തിയേറ്റർ. എന്തായാലും ഒന്ന് കാണണം. തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ട അടിപൊളി സിനിമ എന്ന് പറയാം. അടിപൊളി കേട്ടോ. ആക്ടേഴ്സ് പെർഫോമൻസും എല്ലാം ഒരു ഫുൾ പാക്ക് ആണ്. നല്ല രീതിക്ക് ഇത് കളിച്ചോളും. മൂവി ഗംഭീരമാണ്. ഒരു അവസാന നിമിഷം വരെ നമ്മളെ പിടിച്ചിരുത്തി അവസാനത്തെ ഒരു 10 മിനിറ്റ് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. അതുവരെ നല്ല ഒരു സസ്പെൻസ് ആണ്. ബേസിലൊക്കെ സൂപ്പറായിരുന്നു. നസ്രിയയുടെ നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. സൂപ്പർ പെർഫോമൻസ്. അടിപൊളി നല്ല സിനിമയാണ്. ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. നസ്രിയയുടെ സൂപ്പർ പെർഫോമൻസ് ഉള്ള സിനിമയാണ്. ഡയറക്ഷൻ സൂപ്പറാണ്. നല്ല സ്റ്റൈൽ സ്റ്റണ്ടൊക്കെ വരുന്നുണ്ട്. കാർ സ്റ്റൺസ് ഒക്കെ വരുന്നുണ്ട്. ഉഗ്രനാണ്. നെട്ടിച്ചിട്ടുണ്ട്. ബേസിലെ നസ്രിയ നല്ല മിസ്റ്ററി ത്രില്ലിംഗ് എന്താ പറയുക, നല്ല പാക്കാണ് പടം. നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെടാൻ പോകുന്ന പടമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ്. മിസ് ചെയ്യരുത് വാച്ച്. തിയേറ്ററിൽ തന്നെ പോയി കാണുക. എന്താ ട്രെയിലറിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചെറിയ ക്യാൻവാസിലുള്ള അങ്ങനെയൊന്നും അല്ല. തിയേറ്ററിൽ തന്നെ കാണണം. അത് മിസ് ചെയ്യരുത്. ഉടനെ തിയേറ്ററിൽ പോയി കാണാം. അത് ഞാനൊന്നും പറയാനായിട്ടില്ല. അടിപൊളിയാണ്. കിട്ടില്ലാണ്. നല്ല പെർഫെക്റ്റ്ലി നമ്മുടെ എന്താ പറയുക, ഒരു വൺ ഓഫ് എ കൈൻഡ് മലയാളം എന്ന് പറയാം. യെസ്, ഉറപ്പായിട്ടും. യെസ്, പടം കൊള്ളാം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിൽ നസ്രിയ കോംബോ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. കുറേ സിറ്റുവേഷൻസ് കോമഡീസ് ഒക്കെ നമുക്കതിൽ പ്രതീക്ഷിക്കാം. കംപ്ലീറ്റ് ഒരു ത്രില്ലറാണ്. നമ്മളിപ്പോൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കണ്ടു മടുത്തിരിക്കുകയാണ്. ഒരുപാട് കഥകൾ വന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്താ പറയുക, സത്യത്തിൽ ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു ദർശനം തന്നെയാണ് ഈ സിനിമ. ഹിറ്റടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പടം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നോർമൽ മലയാള മൂവി കണ്ട ഫീലേ അല്ല. കാരണം ഇതിൻ്റെ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതുപോലുള്ള ഭയങ്കര ഷെയ്ഡായിട്ടുള്ള ഹോളിവുഡ് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. മൊമെന്റ് എന്ത് സംഭവിക്കുന്നു, ക്യൂരിയോസിറ്റി, അതൊരു ക്ലൈമാക്സ് വരെ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു സിമ്പിൾ സംഭവമല്ല. ഇതുപോലെ ഒരുപാട് സിനിമകൾ പ്രിപ്പയർ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് മൊമെന്റ് പ്രഡിക്റ്റ് ചെയ്ത് അവിടെ നിന്നൊക്കെ നമ്മളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന വീണ്ടും അങ്ങനത്തെ കഥകൾ എന്തുകൊണ്ട് മലയാള സിനിമയെ ബാക്കി സിനിമ ലോകം വാച്ച് ചെയ്യുന്നുള്ള ഉദാഹരണം കൂടിയാണ് സൂക്ഷ്മദർശിനി. പിന്നെ ബേസിലിൻ്റെ ക്യാരക്ടറാണ് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ. സാധാരണ ഫാമിലി മാൻ അല്ലെങ്കിൽ ഫാമിലി കോമഡി അതിൽ നിന്ന് മാറി ബേസിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ പടം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്കൊരു ആദ്യത്തെ 10 മിനിറ്റിൽ നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും സിനിമ കഴിയുമ്പോഴത്തേക്കും ബേസിൽ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ആ മിസ്റ്റീരിക്ക് ആ ഒരു ക്യാരക്ടർ അപ്പിയറൻസും ആ നോട്ടവും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ നസ്രിയ വല്ലപ്പോഴും എന്തുകൊണ്ടാണ് സിനിമ ചെയ്യുന്നത്, ഈ സിനിമയുടെ കഥ കേട്ടാൽ ആരാലും ആക്സെപ്റ്റ് ചെയ്യും. കാരണം ഇതൊരു നമ്മുടെ നോർമൽ ലൈനിൽ പോകുന്ന ഒരു കഥയേ അല്ല, മിസ്റ്ററിയാണ്. അതുപോലെ തന്നെ സിറ്റുവേഷണൽ കോമഡികൾ ഒരുപാടുണ്ട്. കാരണം അത് സിദ്ധാർത്ഥ് ഭരതനൊക്കെ ഗംഭീരമാണ്. കാരണം വളരെ ടെൻഷൻ പിടിച്ച മൊമെൻറ്റിലും സിദ്ധാർത്ഥ് ഭരതൻ ആ ഒരു കോമഡി ആയിട്ടുള്ള സീനുകൾ ഉണ്ടാക്കാൻ പറ്റി. അവരുടെ കാസ്റ്റിൻ്റെ ഒക്കെ അതിഗംഭീര പെർഫോമൻസ്. പിന്നെ ആ ഒരു മിസ്റ്ററി കീപ്പ് ചെയ്യാൻ ക്രിസ്റ്റോ സേവിയറിൻ്റെ BGM. ക്രിസ്റ്റോ സേവിയർ നമുക്കറിയാം ഒരു അപ്കമിങ് വലിയൊരു ബിജോയ് ലെവലിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ടാലൻ്റാണ്. അവസാനത്തെ 15 മിനിറ്റൊക്കെ BGM ശരിക്കും നമ്മളങ്ങ് ഷെയ്ക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ മേക്കിംഗ് ക്വാളിറ്റി, ടോപ്പ് ആക്ടിങ് എല്ലാം കൊണ്ടും ഒരു ഗംഭീര സിനിമാനുഭവമാണ്. മലയാളികളും പുറമേയുള്ള സിനിമാ ലോകവും ഇനി അഭിമാനത്തോടെ പറയാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും സൂക്ഷ്മദർശിനി. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി. വേറെ ലെവലായിട്ടൊന്നുമില്ല. പടത്തിൻ്റെ മേക്കിംഗ്, മേക്ക് ഓവർ, എഡിറ്റിംഗ്, BGM, ക്യാമറ, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ എവരി ഏരിയ പടം പിടിച്ചിട്ടുണ്ട്. നസ്ലിനെയും ബേസിലും നമ്മളിത് കണ്ടേക്കുന്ന ഒരു ലെവലിനൊക്കെ ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. അവരുടെ ക്യാരക്ടറൈസേഷൻ ഒക്കെ സൂപ്പർവായിട്ടുണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇത് തിയേറ്ററിൽ കയറി കത്തുന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെയാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതിലൂടെയാണ് പടം കണ്ടിട്ട് ഇറങ്ങി വരുന്നത്. പടം ഈ കഴിഞ്ഞിടയിൽ കണ്ട ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. സൂപ്പർ മൂവി, എവരി ഏരിയ പിടിച്ചിട്ടുണ്ട്. പെർഫോമൻസ് വൈസിലാണ് എല്ലാത്തിലും. സസ്പെൻസ് ഫാമിലി ത്രില്ലർ എന്ന് തന്നെ പറയാൻ പറ്റും. നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്തൊരു പടം കണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ പടത്തിന് ടിക്കറ്റ് എടുത്തോളൂ. സൂപ്പർ മൂവിയാണ്. എവരി ഏരിയയിൽ സൂപ്പറുമാണ്. എല്ലാവരും പെർഫോമൻസ് അടിപൊളിയാണ്. ചിരിക്കാനായിട്ട് ആരും വരണ്ട. ഇതൊരു സസ്പെൻസ് ഫാമിലി ത്രില്ലറാണ്. കൊടുക്കുന്ന വാക്കിന് സസ്പെൻസ് ഫാമിലി ത്രില്ലർ എന്നുള്ള വേർഡുണ്ടല്ലോ, അതിന് 100% ഗ്യാരണ്ടി ആയിട്ടുള്ള മൂവിയാണ്. പൊളി. സൂക്ഷ്മദർശിനി നല്ലൊരു മൂവിയാണ്. സ്ക്രിപ്റ്റിങ്ങിൽ പ്ലോട്ട് നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള നല്ല മേക്കിംഗ് ആണ് മൂവിയുടെ. വളരെ രസമുള്ളൊരു പ്ലോട്ടിനെ ഒരുപക്ഷെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞിരുന്നാൽ മൊത്തത്തിൽ ഓഡിയൻസിന് ഗസ് ചെയ്യാൻ പറ്റുമായിരുന്നു.
പക്ഷേ അങ്ങനെയുള്ളൊരു സാധ്യത കൊടുക്കാതെ നല്ല രീതിക്ക് പ്ലോട്ടിനെ ഡെവലപ്പ് ചെയ്ത് സ്ക്രിപ്റ്റ് വൈസ് നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. മേക്കിംഗ് നന്നായിട്ടുണ്ട്. ആ പ്ലോട്ടുമായിട്ട് മേക്കിങ്ങുമായിട്ട് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു മ്യൂസിക്കാണ്. ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണ്. നമ്മൾ ബേസിൽ നസ്രിയും പറയുമ്പോൾ ഒരു കോമഡി എക്സ്പെക്ട് ചെയ്തെത്തുന്ന ഓഡിയൻസിന് കൊടുക്കുന്ന ഒരു ഭയങ്കര സസ്പെൻസ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ആക്ടേഴ്സ് പെർഫോമൻസും എല്ലാം ഒരു ഫുൾ പാക്കാണ്. നല്ല രീതിക്ക് ഇത് കളിച്ചോളും. മൂവി ഗംഭീരമാണ്. ആയിട്ട് ഓർത്ത് വന്നതാണ് പടം. ആ ഒരു തമാശയും ബഹളമൊക്കെ ആയിരിക്കും വന്നതാണ്. പക്ഷേ കണ്ടപ്പം ദൃശ്യം കണ്ട ഒരു അനുഭവമാണ് ഇതിനകത്ത് നിന്ന് കിട്ടിയത്. അതുപോലെ എന്ന് വെച്ചാൽ മേക്കിംഗ് സൂപ്പർ. നസ്രിയ ആദ്യം മുതൽ അവസാനം വരെ പടം കയ്യിലെടുത്ത് വാരിയെടുക്കും. അതുപോലെ നസ്രിയ കയറി തകർത്തിട്ടുണ്ട്. അതുപോലത്തെ ഉഗ്രൻറോള് മസ്റ്റ് വാച്ച് തിയേറ്റർ എന്തായാലും കണ്ടിരിക്കാതെ ഒരു ഇതുമില്ല. എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യണം കേട്ടോ. കിട്ടില്ല മറ്റൊരു ദൃശ്യം നമ്മുടെ ഒരു ബെഞ്ച് മാർക്കാണല്ലോ. പക്ഷേ മലയാളികൾക്കൊരു എന്നും അനുഭവം നൽകിയ ഒരു പടമുണ്ട്. അതുപോലത്തെ ഒരു ദൃശ്യാനുഭവം നിങ്ങൾക്ക് കിട്ടിയിരിക്കും പടം കണ്ടാൽ. അതുപോലെ കാലത്ത് സൂക്ഷ്മമായിട്ട് ദർശിക്കുന്ന അതാണ് ഈ പടം. കിടില്ല ഒന്നും പറയാം.